നമ്മുടെ ഈ അവാർഡ് നൈറ്റും അബലച്ചൻ്റെ ജന്മദിനാഘോഷവും തുടങ്ങിയപ്പോൾ ആദ്യം എത്തിയ നമ്മുടെ ആ വലിയ ചെറിയ മനുഷ്യൻ വേറെ ആരുമല്ല, ജോബി ചേട്ടൻ ഞാൻ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദരണീയരെ, സഹോദര കലാസ്നേഹികളെ, അബലച്ചൻ്റെ ഈ 100ാം ജന്മദിനത്തിൽ ഇവിടെ ഇങ്ങനെ എനിക്കും ഒരിടം കിട്ടിയത് തന്നെ ഒരു മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അതിന് ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട് സന്തോഷം. ഒരു കാലത്ത് കലാസാഹിത്യ രംഗങ്ങളിൽ വെറും 7ാം കൂലിയായിരുന്നു ഹാസ്യം. എന്നാൽ ഹാസ്യത്തിന് ശ്രേഷ്ഠ പദവി കൊടുത്തുകൊണ്ട് പ്രഥമ സ്ഥാനത്ത് നിർത്തിയ ഒരു വിപ്ലവകാരിയായിരുന്നു അബലച്ചൻ. ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഞാനിത് പറയുന്നത്. സാധാരണക്കാരുടെ ഇടയിലേക്ക് ജനപ്രിയമാക്കിയ ഈ ഹാസ്യത്തെ, കലാഭവൻ എന്ന പ്രസ്ഥാനത്തെ തൻ്റെ പേരിൻ്റെ മുന്നിൽ നിർത്തുവാൻ ഇടമൊരുക്കിയ അബലച്ചൻ വെറും സാധാരണക്കാരെ ഇതിനകത്തേക്ക് കൊണ്ടുവന്ന് മലയാള ഹൃദയങ്ങളിൽ ഇടം നൽകിയ, കലാഭവനെ പ്രതിഷ്ഠിച്ച ആ അബലച്ചന് ഒരുപാട് പ്രണാമം. ഇവിടെ നമ്മൾ കണ്ടുവല്ലോ കലാഭവൻ്റെ കുട്ടികൾ വളരെ ഭംഗിയായിട്ട് നൃത്തം ചെയ്തതുമൊക്കെ. ഞാനൊരു കുട്ടിയോട് ചോദിച്ചു, ഏതിലാ പഠിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു 4ലോ 5ലോ എന്ന് പറയുമായിരിക്കാം. പക്ഷേ അവൻ പറഞ്ഞത്, ഞാൻ കലാഭവനല്ല പഠിക്കുന്നത്, നൃത്തം ചെയ്യാനാണ് പഠിക്കുന്നത് എന്ന്. അത്രയും ആത്മാഭിമാനത്തോടെ അവന് പറയുവാനുള്ള കരുത്ത് നൽകുന്ന, ഇതുപോലെ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഒരുപാട് വികൃതികളൊക്കെ കാണിച്ചിട്ടുണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത് നിങ്ങൾ വിചാരിക്കും ഇപ്പം പിന്നെ നീ എന്ത് തോന്നണേന്ന്. എന്നെ കണ്ടാലും കുട്ടികളായിട്ട് തോന്നുമെങ്കിലും എനിക്ക് 2 കുട്ടികളും ഉണ്ട് കേട്ടോ. എൻ്റെ ഇത്തിരി പോകുന്ന പ്രായത്തിൽ ഞാനൊരിക്കൽ ആരും കാണാതെ ഒരു സിഗരറ്റ് എടുത്ത് വലിച്ചുകൊണ്ട് പോകുകയായിരുന്നു. ഒരു കാരണം ഇത് കണ്ടുകൊണ്ട് വന്ന് ചേട്ടാടാ, നിനക്ക് ഇതിനടുത്ത് പൊക്കാനുള്ള ആരോഗ്യം പോലും ഇല്ലല്ലോ ഇവിടെ എന്ന്. ഞാൻ പറഞ്ഞു, പൊക്കാനുള്ള ആരോഗ്യം ഇല്ലാത്തതുകൊണ്ടല്ലേ അമ്മാവ ഞാൻ വലിച്ചുകൊണ്ട് പോകണം. നിന്നെ ഞാൻ വലിപ്പിച്ച് കാണിച്ച് കയറാറ് എന്ന് പറഞ്ഞ് നേരെ എന്ന് അച്ഛനോട് എന്ന് പറഞ്ഞു കൊടുത്ത്. എനിക്ക് അച്ഛൻ്റെ മുമ്പേ പോകാൻ പേടി. എങ്ങനെ ഞാൻ അങ്ങനെയുള്ള വേലയല്ലേ കാണിച്ച് വെച്ചത്. ഞാൻ വിചാരിച്ചൊരു കത്തെഴുതി കൊടുക്കാം അരുമയായ അച്ഛന്. എനിക്ക് മാപ്പ് വേണം മറ്റാണ് കുറച്ചാണെന്നൊക്കെ പറഞ്ഞ് കുറേ എഴുതിക്കൊണ്ടത് ഞാൻ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ ഞാൻ ഓടിക്കളന്ന്. അച്ഛൻ്റെ അടുത്ത് വായിച്ച് നോക്കി, എഴുതിയത് ഞാനല്ലേ. അരുമയായ അച്ഛന് വരാൻ എഴുതി വന്നപ്പം എരുമയായ അച്ഛനെന്നായിരുന്നു. അച്ഛന് ഭയങ്കര സങ്കടവും ദേഷ്യമൊക്കെ തോന്നി. നേരെ അമ്മയുടെ അടുത്ത് പറഞ്ഞു, നോക്കടി അപ്പോൾ എന്നെ എരുമ എന്താണ് സംഭവത്തിന് എഴുതിയിരിക്കുന്നത്. അമ്മ സാന്ത്വനപ്പെടുത്തി, അയ്യോ അവൻ നമ്മുടെ പുന്നാര മോനല്ലേ, അവന് എരുമയും പോത്തനെയും തമ്മിൽ തിരിച്ചറിയാനുള്ള പ്രായമായോ. ഇങ്ങനെ ഓരോ തടികടകൾ കാണിക്കുമ്പോഴും ഓരോ കുസൃകൾ കാണിക്കുമ്പോഴും അന്ന് അധ്യാപകരൊക്കെ പറഞ്ഞിട്ടുണ്ട്, നീ ശരിയല്ല, നിൻ്റെ പോക്ക് ശരിയല്ല, നിനക്ക് 2 അടിയുടെ കുറവുണ്ട്, നീ ഒട്ടും ശരിയല്ല, 2 അടിയുടെ കുറവുണ്ടെന്ന്. അപ്പോഴൊന്നും എനിക്ക് മനസ്സിലായില്ല. പിൽക്കാലത്താണ് എനിക്ക് മനസ്സിലായത് എനിക്ക് 2 അടിയുടെ കുറവുണ്ടെന്നുള്ള കാര്യം. ജോബി ചേട്ടന് ഇവിടെ ഒരു പുരസ്കാരം നൽകുന്നതിന് വേണ്ടി കലാഭവന്റെ പ്രസിഡന്റ് ഫാദർ ചെറിയാൻ കുനിയന്തോടത്ത് അവരുകളെ ഞാൻ വീണ്ടും ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സുധി കലാഭവനെ ഈ വേദിയിലിട്ട് ഹാർദവുമായി ക്ഷണിക്കുകയാണ്. നല്ലൊരു കൈയോടുകൂടി നമുക്ക് സുധി കലാഭവനെ വേദിയിലോട്ട് ക്ഷണിക്കാം. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, അനുകരണങ്ങൾ കൂട്ടിത്തിണക്കിക്കൊണ്ടുള്ള ഒരു ചെയിൻ സോങ് ആണ്. നമ്മുടെ പ്രിയപ്പെട്ട ലാൽ സാറിൽ തുടങ്ങി ലാലേട്ടനിൽ അവസാനിപ്പിക്കുന്ന ഒരു ചെയിൻ സോങ്ങിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിക്കുകയാണ്. തബല പിരിക്കുന്നു കൂടെ സാരംഗി പാടുന്നു കണ്ണ്, തലബല മുഴക്കിനു സതിര് പറ്റി പാട്ടില് മയങ്ങണ രാവ്, നാളെ വെളുക്കണ നേരം കാത്ത് വണ്ണക്കനവുകൾ നീയണ മാനം, മഴപ്പില് കൊഴുക്കണ പെണ്ണ് സഹനായി കേക്കുന്നു പൊണ്ണ്, തക്ക തബല പിരിക്കുന്നു കൂടെ സാരംഗി പാടുന്നു കണ്ണ്. നമ്മുടെ പ്രിയപ്പെട്ട ജോജു. പാണന്റെ പാട്ടിനൊന്നും താളം പിടിക്കും പെണ്ണ്, താളത്തിനൊത്ത് നല്ല ചൂട് വച്ചിടും, പാടത്തിൻ്റോരത്തവളെങ്ങും ഇരിക്കും തെച്ചി പൂവ് പറിക്കാനായി മെല്ലെ നടക്കും, പാൽക്കാരം പയ്യനെ കാണാൻ ഭാഗമരത്തിൻ മറവിൽ നിന്ന്
ആരുമറിയാതെ അവളൊന്നും മെല്ലെ നോക്കിയിടും, പിന്നെ പുഞ്ചിരി തൂക്കിയിടും. പണ്ട് പാടവരമ്പത്തിലൂടെ ഒരു ഓലക്കുടയുമെടുത്ത് ചെറുഞാറ് നടന്നൊരു കാലത്തന്ന് ഓടി നടന്നൊരു പെണ്ണ്. കണ്ണ ഞാനൊരു സുന്ദരന, ഈ നാട്ടിലെ കിന്നര കോമന, പല കാമിനി ഞാനൊരു കാമുകന, പണ്ട് ഞാനൊരു വീരന. മീശമടിക്കാൻ ഷാരൂഖ് ഖാൻ, ഞാൻ മസനെ പിടിക്കാൻ സൽമാൻ ഖാൻ, ഫൈറ്റിൽ ഞാനൊരു ജാക്കി ചാൻ, ഹൈറ്റിൽ അമിതാഭ് ബച്ചന. ചൈരൻ ഞാനൊരു രജനി, പവറിൽ ഞാനൊരു ഗജനി, ഡാൻസിൽ മൈക്കൽ ജാക്സൺ, ആക്ടിൽ ഞാനൊരു ഭ്രാന്തന. എന്നെ കണ്ണിന് ഫോറിൻ തടിയ ഡാൻസ് കളിച്ചപ്പോ അതോപ്പൻ കന്നം ചായ. ഇതെന്റെ തോമച്ചേ, അതോപ്പൻ കന്നം ചായ. ഇതെന്റെ തോമച്ചേ. ആരാരുമാവാത്ത കാലത്തു ഞാനൊന്ന് ഓട്ടി നടന്നു വണ്ടി. എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. 100ന്റെ നോട്ടിനൊരാപ്പകലില്ലാതെ നെട്ടോട്ടം ഓടിടുമ്പോ സ്റ്റിക്കർ വലിച്ചെന്റെ കൈയിൽ നടുവും തളർത്തിയൊരോട്ടോ വണ്ടി. ആരാരുമാവാത്ത കാലത്തു ഞാനൊന്ന് ഓട്ടി നടന്നു വണ്ടി. എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. 100ന്റെ നോട്ടിനൊരാപ്പകലില്ലാതെ നെട്ടോട്ടം ഓടിടുമ്പോ സ്റ്റിക്കർ വലിച്ചെന്റെ കൈയിൽ നടുവും തളർത്തിയൊരോട്ടോ വണ്ടി. എന്താ ജോൺസാ കല്ലില്ലേ, കല്ലിന് കായില്ലേ, കല്ലിന് കൂട്ടാൻ കറിയില്ലേ, കൊണ്ടുപോ വേഗത്തിൽ ഉണ്ട കുപ്പി രണ്ടെണ്ണം ആദ്യം പോരട്ടെ. ഓട്ടിനുള്ളിൽ പൂഴ്ത്തിക്കോ, ആരും കാണണ്ട. നേരം മോന്തിയാകുമ്പോൾ ഭരതൻ മാസ്റ്റർ റെയിൽ വഴിയായി ഷാപ്പിൽ കയറാനെത്തിപ്പോൾ ആരും കാണണ്ട. എന്താ ജോൺസാ കല്ലില്ലേ, കല്ലുമ കായില്ലേ, കല്ലിന് കൂട്ടാൻ കറിയില്ലേ, കൊണ്ടുപോ വേഗത്തിൽ. കണ്ടോ കണ്ടോ ഇന്നോളം കാണാത്ത ചന്തം കണ്ടോ, ഇന്നെല്ലാം എല്ലാം ഓരോരോ പൂഞ്ചേലായി തോന്നുന്നുണ്ടോ. ഇന്ന് വർണ്ണമേഴും കണ്ണാകെ തന്നിടും നാളാണെന്നോ, നേരിൽ കണ്ടതെല്ലാം നേരാണോ. താങ്ക് യു. ഏകദേശം 151 താരങ്ങളുടെ ശബ്ദം ഒറ്റ നിപ്പിന് അനുകരിക്കുന്ന ഒരു വ്യക്തി കൂടെയാണ് സുധി കലാഭവൻ. അടുത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ പേര് ഗിന്നസ് ബുക്കിൽ വരും. ഏതായാലും ആ പ്രോഗ്രാം ഇവിടെ അവതരിപ്പിച്ചിട്ടില്ല, ഇത് ഗായകരുടെ ശബ്ദം മാത്രമാണ് ഇവിടെ അവതരിപ്പിച്ചത്. ഏതായാലും സുധിക്ക് ഒരു മെമൻറ്റോ നൽകുവാനായിട്ട് ഞാൻ കലാഭവൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വർഗീസ് പറമ്പിൽ അവർകളെ ഈ വേദിയിൽ ക്ഷണിക്കുക.